ായത് വാസ്തവത്തിൽ പാർട്ടി താല്പര്യത്തിന് വേണ്ടി സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയാണ്. അദ്ദേഹത്തിന് എം പി സ്ഥാനം ഒരു ആഭരണമല്ല, കൊണ്ടു നടക്കാൻ ആലങ്കാരികമായി കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരു സ്ഥാനം, ഒരു പോസ്റ്റ് ആണ്. അവരുടെ എം പി സ്ഥാനത്തെ കാണുന്നത് ഒരു പോസ്റ്റായിട്ടാണ്. എം പി രമേശ് എം പി സ്ഥാനത്തെ കാണുന്നത് ഒരു ഉത്തരവാദിത്വമാണ്. ഇറ്റ് ഈസ് നോട്ട് എ പോസ്റ്റ് ബട്ട് എ റെസ്പോൺസിബിലിറ്റി. അതാണ് രണ്ട് തമ്മിലുള്ള ഒരു ചുമതലയാണ്. ജനങ്ങളുടെ മുമ്പിൽ വാക്ക് കൊടുക്കുകയാണ്, ഒരു വാഗ്ദാനം കൊടുത്ത് ഏറ്റുവാങ്ങുകയാണ്. അതിനോടുള്ള പ്രതിബദ്ധത കാട്ടുന്ന ആത്മാർത്ഥതയുള്ള സത്യസന്ധതയുള്ള പൊതുപ്രവർത്തന ജീവിതത്തിൽ എന്നും ഈ ഒരു സത്യസന്ധത പുലർത്തിയിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് മാത്രമേ സാധിക്കൂ. എം ടി രമേശ് തൻ്റെ ഇത്രയും നാളത്തെ ജീവിതത്തിൽ അദ്ദേഹം ഈ നാട്ടിലെ ജനങ്ങളെ സ്നേഹിച്ചു, സേവിച്ചു, ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചു, പോരാട്ടങ്ങൾ നടത്തി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹം പറയുന്നു എന്നുള്ളതിലേക്ക് തന്നെ വിശ്വസിക്കാം. രണ്ടാമത്, ഈ ഭാരതത്തിലുടനീളം സമഗ്രമായ പുരോഗതി കൈവരിച്ചുകൊണ്ട് ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ തലയുയർത്തി നിൽക്കാൻ തക്ക വിധത്തിലുള്ള ഒരു ശാക്തിക രാജ്യമായി ഭാരതത്തെ മാറ്റിയെടുത്ത നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം നിന്നുകൊണ്ട് ഒരു ജനപ്രതിനിധിയാവുക എന്ന് പറയുന്നതും അതിനേക്കാൾ ഇരട്ടി മധുരമാണ്. കാരണം അവിടെ കേന്ദ്ര പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വരുന്നു. ആ നരേന്ദ്രമോദിയെ ഇനി പ്രധാനമന്ത്രിയാവുകയുള്ളൂ എന്ന് ഏവരും ഇപ്പോൾ സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെയെങ്കിൽ ആ നരേന്ദ്രമോദിയോടൊപ്പം നിന്നുകൊണ്ട് ജനപ്രതിനിധിയായി കേന്ദ്രത്തിൻ്റെ ഭരണത്തിൽ എത്തിച്ചേർന്നുകൊണ്ട് അവിടെ ഇതെല്ലാം നടപ്പിലാക്കാൻ കഴിയുന്നു എന്ന അനുകൂല സാഹചര്യം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. വെറുതെ പ്രചാരത്തിന് വേണ്ടി പേര് സഹിതം കൊടുക്കാൻ ഈ പ്രധാനമന്ത്രി പ്രസംഗിക്കുമ്പോൾ ഏതെങ്കിലും അദ്ദേഹം എത്ര പേർക്കാണ് കിട്ടിയെന്ന് പേരും അഡ്രസ്സും സഹിതം ഇത്ര നിശ്ചയദാർഢ്യത്തോടെ, ധൈര്യത്തോടെ, ആത്മാഭിമാനം, ഇത്രയും കാര്യങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? തുടർച്ചയായി UDF MP ആയി മത്സരം ഈ മണ്ഡലത്തിലെ സാധാരണ ജനങ്ങൾക്ക്, പാവങ്ങൾക്ക്